എല്ലുകളുടെ ബലം കുറവാകുന്നു. അതുകൊണ്ട് എന്താണ്, നമുക്ക് കൂടുതൽ ഫ്രാക്ചർ റിസ്ക് ഉണ്ട്. ഇത് എങ്ങനെ ഒഴിവാക്കാം? മെനോപോസ് അടുക്കും തോറും, അതായത് ഒരു 45 വയസ്സ് കഴിയും തോറും സ്ത്രീകൾക്ക് ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോപീനിയ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുന്നു. അതായത് എല്ലുകളുടെ ബലം കുറവാകുന്നു. അതുകൊണ്ട് എന്താണ്, നമുക്ക് കൂടുതൽ ഫ്രാക്ചർ റിസ്ക് ഉണ്ട്. ഇത് എങ്ങനെ ഒഴിവാക്കാം? ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ നല്ലപോലെ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യണം, നല്ലപോലെ നമ്മുടെ ഡയറ്റ് ഇമ്പ്രൂവ് ചെയ്യണം, പിന്നെ വിറ്റമിൻ ഡി, കാൽഷ്യം ഇതെല്ലാം കഴിക്കണം. ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അമിതമായി കൂൾ ഡ്രിങ്ക്സും അങ്ങനെ പ്രോസസ്ഡ് ഫുഡൊക്കെ ഒഴിവാക്കുകയും നല്ല ആരോഗ്യകരമായ ആഹാരം മാത്രം കഴിക്കുകയും ചെയ്യുക. ഓസ്റ്റിയോപൊറോസിസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇത് നമുക്ക് മനസ്സിലാവുക ഒരു ഡെക്സാ സ്കാൻ ചെയ്യുമ്പോഴാണ്. ഡെക്സാ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോപീനിയ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനായിട്ടുള്ള ചികിത്സ ലഭ്യമാണ്. അത് ഒന്നുകിൽ ബോൺ ലോസ് കുറയ്ക്കാനുള്ള ചികിത്സയുണ്ട്, അല്ലെങ്കിൽ ബോൺ അബ്സോർപ്ഷൻ കൂടാനുള്ള ചികിത്സയുണ്ട്, രണ്ടുമുണ്ട്. ഈ ചികിത്സ ഫലവത്താണോ എന്ന് അറിയാൻ വേണ്ടി വീണ്ടും നമ്മൾ 1-2 വർഷം കഴിയുമ്പോൾ വീണ്ടും സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. ന്യൂട്രീഷൻ, മൂവ്മെന്റ് അഥവാ വ്യായാമം ആൻഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. നമ്മൾ ഒരുപാട് ഇരുന്ന് സമയം കളയരുത്. ഇരുന്നും കിടന്നും എല്ലാ സമയം നല്ല ആക്റ്റീവായിട്ടിരിക്കണം.